ഹായ് ജങ്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാനിലാണ്. നമ്മൾ ഈ പാമർ ഹൈവേ കയറിയിട്ട് വണ്ടിയൊക്കെ ബുഷ് അതും ഇതൊക്കെ നാശായിന്നൊരു സംശയം. അങ്ങനെ നമ്മളെ ലാൻഡ് ക്രൂസറിൻ്റെ ഓണർ മുജീബിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അങ്ങനെ ഓനിവിടെ കണ്ടെത്തി. വലിയ ഗാരേജാണ്. പിന്നെ ലാൻഡ് ക്രൂസറും അതേപോലെ പിന്നെ ഫോർച്യൂണർ, പിന്നെ അതേമാതിരിക്ക് നമ്മളെ ഫോർഡ്. ഇതിവിടെ ഓയിൽ ചേഞ്ച്, അതേപോലെ ബ്രേക്ക് സെറ്റിങ്, പിന്നെ ബുഷ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത് ചെറിയ അഫോർഡബിൾ പ്രൈസിന്. മുജീബിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കയറ്റിയിട്ടുണ്ട്. മുജീബിൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെ പണി ഏകദേശം കഴിയാനായി. അപ്പോൾ എൻ്റെ വണ്ടി റാമ്പും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മുജീബിനായിട്ട് ബന്ധപ്പെടാൻ മുജീബിൻ്റെ നമ്പർ പേഴ്സണലായിട്ട് ചോദിച്ചാൽ വാട്സപ്പിൽ ഞാൻ തരും. ഇതാ നമ്മളെ വണ്ടി ഇതാ റാമ്പിലേക്ക് പൊന്തിക്കാൻ പോകുന്നു. പിന്നെ അതേപോലെ പിന്നെ നല്ല പ്രൈസാണ്. കാരണം നമുക്കറിയാത്തൊരു നാട്, അത് മുജീബിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ള നന്നായി. അതുകൊണ്ട് എന്തായി, ചെറിയ നല്ലൊരു പ്രൈസിന് നമുക്ക് പിന്നെ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി ലാൻഡ് ക്രൂസർ കഴിഞ്ഞ് ഇനി പിന്നെ ബാക്കിയെല്ലാം ഇൻഷാല്ലാ സ്ക്രീനിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ മുജീബ് ആരാ നിങ്ങൾക്ക് പറഞ്ഞത്? ഈ ലാൻഡ് ക്രൂസറിൻ്റെ ഓണർ ഇതാണ്, ഈ മാണിക്കല്ലാണ്. ഇവന്റെ ഫ്രണ്ടാണ് ഈ വർക്ക്ഷോപ്പിന്റെ ഓണർ. അങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു പ്രൈസിന് ശരിക്കും നമ്മളെ നാടൻ നല്ല ഇവര് നമുക്കറിയില്ലാത്തതുകൊണ്ട് നല്ല ചാമ്പിക്കളി. പക്ഷേ ഇവൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടിയോണ്ട് എന്ത് ചെയ്ത് 3 വണ്ടിയും A to Z, അതായത് നമ്മൾ ഷോറൂമിൽ കയറിയിട്ട് ചെയ്യുമ്പോൾ A to Z എന്താക്കുന്നതാണ് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഞങ്ങൾ കസാക്കിസ്ഥാനിൽ നിന്ന് ചൈന ബോർഡറിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 350 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. കസാക്കിസ്ഥാനിൽ ഒരുപാട് കാണാണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം ഇത്രയും ദിവസം റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ 2 ദിവസം റൂം എടുത്ത് റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്ന സീനാണ് കാണുന്നത്. അതുകൂടാതെ കസാക്കിസ്ഥാനിൽ നല്ല പെരും മഴയാണ്. ഒരുപാട് കാലമായി മഴയൊക്കെ കണ്ടിട്ട് മഴ കാണാൻ പറ്റി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചൈനേൻ്റെ ബോർഡറിൽ പോയിട്ട് ഇന്നവിടെ ഹാൾട്ട് ചെയ്യും. അവിടെ റൂമും കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് ടെൻ്റ് അടിക്കണം. നാളെ രാവിലെയാണ് നമുക്ക് 9 മണിക്ക് പിന്നെ ബോർഡർ ക്രോസിങ് പാസ്സാവേണ്ടത്. അപ്പോൾ അതിന് ചൈന ബോർഡർ പാസ്സാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഗൈഡുണ്ട്. അവരവിടെ 9 മണിക്കെത്തും. അപ്പോൾ അങ്ങനെ ഇനി ചൈനയിലെ വിശേഷങ്ങളും കാഴ്ചകളുമായി വീഡിയോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നമ്മൾ ചൈന ബോർഡറിലേക്ക് ഒരു 40 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചൈന ബോർഡർ പാസ് ചെയ്തു. എൻ്റെ വണ്ടീൻ്റെ അടുത്ത് കാണുന്ന ഈ വണ്ടിയും അതേപോലെ ഈ വണ്ടിയും ഇത് UK നിന്ന് നമ്മളൊന്നിച്ച് ഇവിടുന്ന് ജോയിൻ ചെയ്തതാണ്. UK-ക്കാരാണ് അവർ. ഓരോന്ന് 2 ദിവസമായി. അപ്പോൾ നമ്മളിന്ന് താമസിച്ച ഹോട്ടലാണിത്. കുഴപ്പമില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി. അങ്ങനെ ഇറങ്ങുകയാണ്. ഇനി ചൈനയിലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കസാക്കിസ്ഥാൻ്റെ എക്സിറ്റ് കിടക്കുന്നതാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് ചൈന ബോർഡർ. അപ്പോൾ ഞങ്ങളെ ഇതാ ചൈന ബോർഡർ പാസ് ചെയ്യാൻ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങളെ ഗേറ്റ് പാസ്സാകുന്നതാണ് കേട്ടോ. ഓക്കെ, ചൈന ബോർഡർ അങ്ങനെ പാസ്സായി. ഓക്കെ, ഇതങ്ങ് പൊന്തിയാൽ ഞാനങ്ങ് പോയി. അങ്ങനെ ഇതാ നമ്മൾ ഗേറ്റ് കടന്ന് ഇതാ ചൈന ബോർഡർ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചൈന സിറ്റിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അടിപൊളിയായിട്ട് നമ്മളെ എൻ്റെ ഒന്നിച്ച് വന്നൊരു ചങ്ങായിണ്ട്, അവനെ കാണുന്നില്ല. എവിടെ? അതവിടെ ഉണ്ട്, ഇതാ നിൽക്കുന്നത്. അപ്പോൾ ഇതാ എങ്ങനെ ഇനി ചൈന സന്ദർശിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളെ ഗൈഡ്. ആ ലേഡിയാണ് ചൈനത്തെ ഗൈഡ്. ആ ബാഗ് തൂക്കിയ പെണ്ണാണ് നമ്മൾ ചൈനത്തെ ഗൈഡായിട്ട് 18 ദിവസം. ഇതെല്ലാം ഓൾറെഡി അവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളും അടച്ചിട്ട് വന്നതാണ്. എല്ലാ സ്ഥലങ്ങളും കാണാനും അതേപോലെ ഹോട്ടൽ ബുക്കിങ്. ഫുഡിൻ്റെ അടച്ചിട്ടില്ല, ബാക്കി ഹോട്ടൽ ബുക്കിങ് പിന്നെ ഗൈഡിൻ്റെ ഫീസ് ഇതൊക്കെ. ഇവിടെയും സ്വന്തം വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല ഗൈഡില്ലാതെ. ഇവിടുത്തെ ഗവൺമെൻറ് റൂൾസാണ്. ഇവിടുത്തെ ഗൈഡ് നിർബന്ധമാണ് കറങ്ങാൻ വേണ്ടിയിട്ട്.
ഓക്കെ. അപ്പോൾ UAE ടു ഇന്ത്യ ടൂറിൽ അങ്ങനെ 18 ദിവസം ഞങ്ങൾ ചൈനയിൽ ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഗൈഡ് ഉണ്ട്. അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ആയിട്ട് വഴിയെ കാണാം. ഈ കാണുന്ന വണ്ടി വോൾവോ UK എന്ന് വന്നതാണ്. പിന്നെ ഇതെൻ്റെ വണ്ടി. ഈ കാണുന്ന ജീപ്പും UK എന്ന് വന്നതാണ്. ഇവർ നമ്മളൊന്നിച്ച് ജോയിൻ ചെയ്തത് കസാക്കിസ്ഥാനിലാണ്. ഇവർ UK ടു ഇന്ത്യ, നമ്മൾ UAE ടു ഇന്ത്യ. അപ്പോൾ നമ്മളിപ്പോൾ ചൈന ബോർഡറിൽ എമിഗ്രേഷനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. ഇതാണ് ചൈന ബോർഡർ. ഇതൊക്കെ കാണുന്നത് നമ്മളെ ഇമിഗ്രേഷനിൽ പോലീസുകാർ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള സാധനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന കേട്ടോ. എല്ലാ വണ്ടിയില്ലേ പോലീസുകാർ ചെക്ക് ചെയ്യുന്നേട്ടെ കാണുന്ന. അപ്പം നമ്മളെ ബൈക്ക് റൈഡറാണിത്. പിന്നെ ഞാനിപ്പം ഇറ്റാലിയന്ന് ഈ ബൈക്കും കൊണ്ട് വന്നതാണ്. ഇതാ ഈ ബൈക്ക് ഇറ്റാലിയൻ നമ്മളൊക്കെ പിന്നെ ഇവിടുന്ന് കസാക്കിസ്ഥാനിൽ ജോയിൻ ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ ഓൾറെഡി ഒരു 10-18 പേരുണ്ട്. അതിലൊരാളാണ് ഇറ്റാലിയൻകാരൻ. ഓക്കെ സാവിച്ചേട്ടാ പറയും. ഇതാണ് നമ്മളെ UK-ക്കാരേട്ടാ. മാണിക്കല്ലുകൾ. ഓക്കെ. ഒന്ന് പേരൊക്കെ ഒന്ന് പറയടോ. എൻ്റെ പേര് സാബു, കോട്ടയംകാരനാണ്. യെസ്. UK-യിലെ മാഞ്ചസ്റ്ററിൽ ജീവിക്കുന്നു. നേഴ്സാണ്. ഞാൻ ഷോയി ചെറിയാൻ, UK-യിൽ മാഞ്ചസ്റ്റർ ജീവിക്കുന്നു, തൊഴിലുറക്കാരനാണ്. യെസ്. ഞാൻ ബിജു പി മാണി, UK-യിൽ മാഞ്ചസ്റ്റർ ജീവിക്കുന്നു, കോട്ടയം പുതുവേലി കൂത്താട്ടുള്ള അടുത്താണ്. യെസ്. ഞാൻ റജി, എരുവേലിക്കാരനാണ്, സ്കോട്ട്ലൻഡിലെ ഒരു ടാക്സി ഡ്രൈവറാണ്. ഒക്കെ വെറുതെ പറയട്ടെ, വലിയ മലയാളിമാരെല്ലാവരും. അതൊക്കെ ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടി പറഞ്ഞത്. ഓക്കെ. നമ്മളെ ചൈന പോലീസ് പിടിച്ച്, പക്ഷേ ഗൈഡ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ അതേപോലെ ഞങ്ങൾ പിന്നെ ഇവർ ഈ യാത്രയിൽ പിന്നെ ഇവർക്ക് ഒരു ഫണ്ടും കൂടെ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. അവർ ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടാണ്. ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് ഫണ്ടും കൂടെ ഇവർ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. ബാർക്കോഡും കാര്യങ്ങളൊക്കെ ഇവരെ വണ്ടിയിൽ തന്നെ ഉണ്ട്. ഒരു നന്മയും കൂടിയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോ കാണുന്ന അവർക്ക് എന്ത് ചെയ്യുക, ഈ വണ്ടി കാണുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ചെങ്കളയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഡോളർ മാറിയിട്ട് ക്യാഷ് വാങ്ങുന്നതാട്ടോ കാണുന്നത്. നമ്മൾ ഡോളർ കൊടുത്ത് ഇവിടുത്തെ ചൈന പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നതായി കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ ഗൈഡാണ്. ഇവരാണ് നമുക്ക് ഈ ബാങ്കിൽ നിന്ന് മാറി തന്നത്. നമുക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല. അപ്പോൾ ഗൈഡ് മാറി തന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കാണുന്നത്. ഞാൻ $100 കൊടുക്കുന്നു.
അപ്പോൾ ഇതാ $100 മാറിയിട്ട് 721 ഇവിടുത്തെ ചൈന പൈസ നമുക്ക് കിട്ടിയത് കേട്ടോ. 721 ചൈന ഇട്ട് $100 കൊടുത്തിട്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് മാറി, ഇനി നാളത്തേക്ക് അടുത്ത ഏതെങ്കിലും ബാങ്കിൽ നിന്ന് മാറാം. ഓക്കെ. ഹായ് ഗൈസ്, നമ്മൾ താമസിക്കുന്ന ചൈനയിലെ ഹോട്ടലാണിത്. നമ്മളിപ്പോൾ ആകെ എന്താ പറയുക, ഇവിടെ ഡോളർ എടുക്കുന്നില്ല, ദിർഹംസ് എടുക്കുന്നില്ല, ഇവിടുത്തെ പൈസ തന്നെ വേണം തന്നെ. ഫുഡ് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു നമ്മളെല്ലാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. പിന്നെ നമ്മളെ വണ്ടിയൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തതിന്. യുകെൻ്റെ വണ്ടി, എൻ്റെ വണ്ടി, അതേപോലെ ഇതാ അനസ്, പിന്നെ ഇതാ ഇങ്ങനെ എല്ലാ വണ്ടിയും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ. ഓക്കെ, ഹോട്ടലും കുഴപ്പമില്ല, ചെറിയ റെൻ്റേ ഉള്ളൂ. ഏകദേശം ഒരു $19 ഉള്ളൂ. പിന്നെ ഒരു ദിവസത്തേക്ക് വലിയ ഭയങ്കര റെൻ്റൊന്നുമില്ല നമ്മളെ നാട്ടിലെ പോലെ. അങ്ങനെയാണത്. അതിൻ്റെ അങ്ങനെയാണല്ലോ. അതിൻ്റെ മോഡൽ അങ്ങനെയാണല്ലേ. ഡിസൈനാണ്. ഓക്കെ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. 40 countries. 40 countries. Great. Yes, I want 50 countries is my memory. In 50 countries, I want to fly. Okay. Is America, Canada. Hello, my friend. Have you been in India? No, I want to fly India. India. Okay, yeah. come to India. By the time we will reach. I more read books for India. Okay. Как будет это мечта по-английски? My dream is fly India. India. Okay, come India. India is Very good. Very good. Is I read book is more beautiful place. Place. India. Place in India. Oh, I fly in Dubai. Dubai, India is 2 hour, 3 hour. അപ്പോൾ ചെങ്കള നമ്മൾ അങ്ങനെ പിന്നെ ചൈനയിലെത്തി. ഹോട്ടലിൽ നിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. എങ്ങോട്ടാണെന്നറിയില്ല, ഗൈഡ് എന്തോ പിന്നെ നമുക്കുള്ള സാധനം അതിനുള്ള പല പേപ്പേഴ്സ് എന്താ അറിയില്ല വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ വരും, നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടുത്തെ ലൈസൻസും ഇവിടുത്തെ നമ്പർ പ്ലേറ്റും വേണം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഇന്ന് രാവിലെ കിട്ടിയ ലൈസൻസാണിത്. ഇതാണ് എൻ്റെ ലൈസൻസ്. ഓക്കെ, ചൈന ലൈസൻസ്. നമ്മൾ UAE ലൈസൻസും അതേപോലെ പിന്നെ നമ്മളെ ഇന്ത്യൻ്റെ ലൈസൻസും കൊണ്ട് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കും കിട്ടി ചൈന ലൈസൻസ്. നമുക്ക് നമ്മളെ റേഷ്യയിൽ ഇവിടെ വണ്ടി ഓടാൻ പറ്റില്ല. ഇവിടെ ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും ഇവിടുത്തെ നമ്പറും, പുറത്തുള്ള വണ്ടി ഓടണമെങ്കിൽ ഇവിടുത്തെ നമ്പർ മസ്റ്റാണ്. ഇതാണ് എൻ്റെ വണ്ടീൻ്റെ ഫ്ലൈറ്റ് നമ്പർ. ഓക്കെ, A05523. മറ്റുള്ള എന്താണെന്ന് എനിക്ക് തിരിക്കില്ല, ഇവിടെ ചൈന ഭാഷയാണ്. അപ്പോൾ ഇതാണ്, ഈ നമ്പർ വെച്ചിട്ടാണ് ഇനി ഓടാൻ പറ്റുള്ളൂ. നമ്പറൊക്കെ നമ്മൾ തന്നെ പിന്നെ ബാക്കിലും ഫ്രണ്ടിലും, പക്ഷേ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ഇന്ന് രാവിലെ ഗൈഡ് കൊണ്ടുത്തന്നതാണ് ഫ്ലൈറ്റ് നമ്പറും അതേപോലെ ലൈസൻസും. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ കൊയ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 432 കിലോമീറ്റർ ഉണ്ട്. അവിടെ എന്താ കാണാന്നറിയില്ല. ഗൈഡ് പഠനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൈന നഗരത്തിൽ കൂടെയാണ് ഓടുന്നത്. നല്ല ക്ലീൻ സിറ്റി കേട്ടോ. പിന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ ഒരു പച്ചപ്പൊക്കെ ഇങ്ങനെ ഉണ്ട്. നല്ല അടിപൊളി ഏരിയ. അപ്പം ഇനി കൊയ്റ്റോണിലെ വിശേഷങ്ങളുമായിട്ട് വരാം.